ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് വരക്കാം വായിക്കാം എന്ന അഞ്ചാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങിയത്. അതിനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഭൂമിശാസ്ത്ര പഠനം എന്താണ്, അതിൻ്റെ പിതാവ് ആരാണ് പിതാവ് എന്നാണ് പറഞ്ഞത്, ജെറാർഡ് മെർക്കാറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചും മാഗല്ലനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ കേരളീയനായ അഭിലാഷ് ടോമിയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. കാർട്ടോഗ്രാഫി എന്നാൽ എന്താണെന്നാണ് പറഞ്ഞത്, ഭൂപടശാസ്ത്രം, അതായത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞു. പിന്നെ ഭൂപടത്തിലെ ദിക്കുകൾ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അല്ലാണ്ട് ഉപദിക്കുകളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് എന്നിങ്ങനെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിശകളെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വടക്ക് നോക്കി യന്ത്രം, പിന്നെ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാം നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് അതിൻ്റെ ആസ്ഥാനം. 1767 എന്താക്കിയതെന്ന് പറഞ്ഞത്, രൂപീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. മാപ്പ് പ്രൊജക്ഷനുകൾ 3 രീതിയിലാണ് പറഞ്ഞു. ശീർഷകതല പ്രക്ഷേപം, കോണിക്കൽ, സിലിണ്ടറിക്കൽ എന്നിങ്ങനെ 3 പറഞ്ഞു. അക്ഷാംശ രേഖാംശ രേഖകൾ അതിനെക്കുറിച്ചും പറഞ്ഞു. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും ഉള്ളത്. അടുത്തടുത്ത 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു അല്ലേ. പ്രധാന അക്ഷാംശം രേഖകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. 0 ഡിഗ്രി അക്ഷാംശത്തെ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. അതുപോലെ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായന രേഖ, 23 ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണായന രേഖ, 66 ഡിഗ്രി വടക്ക് അക്ഷാംശം ആർട്ടിക് വൃത്തം, 66 ഡിഗ്രി തെക്ക് അക്ഷാംശം അന്റാർട്ടിക് വൃത്തം, 90 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവം, 90 ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞു. രേഖാംശ രേഖകൾ 360, ഇവ സമയരേഖകളാണ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഭൂപടങ്ങൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഈ ഭൂപടങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഭൂമിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട്. ആ ഭൂമിശാസ്ത്ര പഠനത്തിൽ അവിടെ എന്തെല്ലാം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രതിരോധ മേഖലയ്ക്ക് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്, പ്രതിരോധ മേഖലയ്ക്ക്. അതുപോലെ വിനോദസഞ്ചാര മേഖലയ്ക്ക്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂപടങ്ങൾ അത് വഴി കാണാനും മറ്റുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഭരണനിർവഹണ മേഖല, നമ്മളിപ്പോൾ എലക്ഷൻ പോലെ ആയാൽ പോലും വാർഡായിട്ട് തിരിക്കാറുണ്ട്, പഞ്ചായത്ത് വേറെ. അങ്ങനെ ഭരണനിർവഹണ മേഖലയ്ക്ക്, ഗതാഗത മേഖല എന്നിവയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇവയുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്. അതുപോലെ വാന നിരീക്ഷണത്തിന് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥാ പഠനങ്ങൾക്ക്, എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെ അല്ല അല്ലേ. അതുപോലെ കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന് എന്നിവയ്ക്കെല്ലാം നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഭൂവിനിയോഗം മനസ്സിലാക്കാൻ, വാന നിരീക്ഷണം, കാലാവസ്ഥാ പഠനം, സൈനിക ആവശ്യം, രാജ്യാതിർത്തി അറിയാൻ, ചരിത്ര പഠനം എന്നിവയ്ക്കൊക്കെ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ഭൂപടം എടുത്താൽ അതിൽ ആവശ്യ ഘടകം എന്താണെന്ന് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് തന്നെ പറഞ്ഞു അല്ലേ. ഒരു ഭൂപടത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൃത്യമായി തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അക്ഷാംശ രേഖാംശീയ സ്ഥാനം അതിൽ പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു ഭൂപടങ്ങളിൽ തലക്കെട്ട് വേണം, തോത് വേണം, അതുപോലെ ദിശ അല്ലെങ്കിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആ ദിശ അല്ലെങ്കിൽ ദിക്ക് വേണം. അതുപോലെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം വേണം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും വേണം, സൂചികയും വേണം. അത് കണ്ട, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, അതുപോലെ സൂചികകൾ വേണം. പിന്നെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങളാണ് ഇവയൊക്കെ. തലക്കെട്ട്, തോത്, ദിശ, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക എന്നിവയെല്ലാമാണ് എന്തിനു വേണ്ടത്, ഒരു ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തലക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ കേരളത്തിലെ നമുക്ക് പിന്നെ ഭൂപടത്തിലേക്ക് തന്നെ പോവാം.
ഈ കേരള ഭൂപടത്തിൽ നമുക്ക് തലക്കെട്ട് എന്താ തന്നിട്ടുള്ളത്? കേരളം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം എന്നാണ് തന്നിട്ടുള്ളത്. ഭൂപടത്തിൽ പ്രദേശങ്ങൾ ഏതെന്നും ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നിട്ടുണ്ട് കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് അല്ലേ. തലക്കെട്ടുകൾ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഇങ്ങനെ കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് തന്നിട്ടുള്ളത്. ഇനി തോത് എന്ന് പറഞ്ഞാൽ എന്താണ്? തോത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? തോത് എന്ന് പറയാം. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് എന്ന് പറയാം. ഈ തോതുകൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയുള്ള രീതിയിലാണ്? 3 രീതിയിലാണ്. ഒന്ന് പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. പ്രസ്താവന, ഭിന്നകം, രേഖാരീതി. പ്രസ്താവന രീതി പറഞ്ഞാൽ എങ്ങനെയാണ്? അത് പ്രസ്താവന രീതിയിൽ തന്നെ രേഖപ്പെടുത്തും. സാധാരണ മനുഷ്യന്മാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇത്ര സെൻറ്റിമീറ്ററിന് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിന് 10 കിലോമീറ്റർ എന്നിങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സാധാ ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നതിനാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഭിന്നക രീതി പറഞ്ഞാൽ നമ്മൾ 1:2, 2:3 എന്നൊക്കെ പറയാറില്ല. അതുപോലെ ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. 1:1,00,000 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നതിനാണ് ഈ ഭിന്നക രീതി എന്ന് പറയാം. ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഈ ഭിന്നക രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്താണ് രേഖാരീതി എന്ന് പറയുന്നത്? തോത് ചിത്രങ്ങളുടെ രൂപത്തിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് രേഖാരീതി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതി കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ രേഖാരീതി എന്ന് പറയുന്നത്. പിന്നെ ദിശകളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് കൂടാതെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ഉപദിശകൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ അവർ പല രീതിയിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒന്നില്ലെങ്കിൽ ഇതുപോലെയോ, അല്ലെങ്കിൽ ഇങ്ങനെയോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാമാണ് അതിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവുക? ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് ചിഹ്നങ്ങൾ ഏതിൽ കൊടുത്തിട്ടുണ്ടാവുക? മുകൾ ഭാഗത്തായിട്ട് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അക്ഷാംശീയ സ്ഥാനങ്ങളെക്കുറിച്ചും രേഖാംശീയ സ്ഥാനങ്ങളെക്കുറിച്ചും. അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്ന ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരക്കുന്നതും അതിന് കുറുകെയായിട്ട് വരുന്ന രേഖകളാണ് രേഖാംശീയ രേഖകൾ എന്നും പറഞ്ഞു. പിന്നെ അംഗീകൃത ചിഹ്നങ്ങളും അടയാളങ്ങളും, അതായത് ഇവിടെ വന്നിട്ടില്ലേ നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങളൊക്കെ ഉണ്ടാവുമോ, അവർക്കൊക്കെ കൊടുക്കുന്നത് എന്ത് കളറായിരിക്കുക? അവർക്കൊക്കെ കൊടുക്കുന്നത് ഗ്രീൻ കളറായിരിക്കുക. അതുപോലെ കൃഷിയിടങ്ങൾക്ക് കൊടുക്കുന്ന എന്ത് കളറായിരിക്കുക? കൃഷിയിടങ്ങൾക്ക് യെല്ലോ കളറായിരിക്കുക കൊടുക്കുക. പാർപ്പിടങ്ങൾക്കും റോഡുകൾക്കും കൊടുക്കുന്നത് റെഡ് കളറായിരിക്കുക. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ എന്നിവർക്കെല്ലാം കൊടുക്കുന്നത് എന്തായിരിക്കുക? അത് ബ്ലാക്ക് കളറായിരിക്കുക. ജലാംശങ്ങൾക്ക് നീല കളറും, അതുപോലെ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവർക്ക് തവിട്ട് കളറും ആയിരിക്കും കൊടുക്കുക. തവിട്ട് കളറും പാറക്കൂനകൾക്കൊക്കെ എന്താണ് കൊടുക്കുക? തവിട്ട് എടുക്കുക. അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങൾക്ക് പച്ച, കൃഷിയിടങ്ങൾക്ക് മഞ്ഞ, പാർപ്പിടം, റോഡുകൾ എന്നിവയ്ക്ക് ചുവപ്പ്, തീവണ്ടിപ്പാത, അക്ഷാംശ രേഖ, ടെലിഫോൺ ലൈൻ എന്നിവയ്ക്കെല്ലാം കറുപ്പ്, ജലാശയങ്ങൾക്ക് നീല, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവർക്ക് തവിട്ട് നിറമായിരിക്കുക കൊടുക്കുക. അതായത് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതം, പീഠഭൂമി, സമതലം, ജലാശയം, ഗതാഗത മാർഗം, പാർപ്പിടം, കൃഷിയിടം മുതലായവ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട അടയാളങ്ങളും നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അവയാണ് ഈ നിറങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടാറിട്ട റോഡൊക്കെ വരുമ്പോൾ ആ ചിഹ്നങ്ങളുണ്ടാവും. ഇങ്ങനെ ചിഹ്നങ്ങളുണ്ടാവും. തീവണ്ടി പാതകൾക്ക് എങ്ങനെയായിരിക്കും ചിഹ്നം ഉണ്ടാവുക? തീവണ്ടി പാതകളുടെ ചിഹ്നം എങ്ങനെയായിരിക്കും? അതുപോലെ അരുവികൾക്ക്, നദി, അരുവി, അങ്ങനെ ഓരോന്നിനും അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്? ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി സൂചിക പറഞ്ഞാൽ എന്താണ്?
ഈ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് സൂചിക എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന അതിർത്തി സൂചിക കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ എന്നിട്ട് തലസ്ഥാനമാണ്, ആ റെഡ് കുത്തിടുന്നത് ജില്ലാ ആസ്ഥാനത്തെയാണ്, അതുപോലെ ആ കുത്തു പോലെ ഡോട്ട് ആയിട്ടുള്ള ലൈൻ സംസ്ഥാന അതിർത്തിയാണ്, മറ്റേത് ജില്ലാ അതിർത്തിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, സൂചികയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഒരു ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി നോക്കാനുള്ള എന്തൊക്കെയാണ്, എന്താണ് രേഖാചിത്രങ്ങൾ എന്ന് നോക്കാം. എന്താണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്? രേഖാചിത്രം എന്ന നമ്മൾ രേഖാചിത്രം വരയ്ക്കുക എന്ന് പറയില്ലേ. രേഖാചിത്രം വരയ്ക്കുക പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പറയും. അങ്ങനെ നമ്മൾ രേഖാചിത്രം സ്കെച്ചൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു പ്രദേശത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കാണുക, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, രേഖാചിത്രം എന്ന് പറയുക. അതാണ് സ്കെച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്ലാനുകൾ എന്ന് പറയുന്നത്? പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനൊക്കെ പ്ലാൻ വരയ്ക്കൂലേ, കറക്റ്റായ അളവുകൾ ഉണ്ടാവും, കറക്റ്റായ ദിശയുണ്ടാവും, എത്ര സ്ഥാനം, അളവുകൾ എന്നിവയെല്ലാം വ്യക്തമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ പ്ലാനുകൾ എന്ന് പറയാം. ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാലോ, ഭൂപടങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാലോ ഈ രേഖാചിത്രവും അതുപോലെ പ്ലാനുകളൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളുടേതായിരിക്കും, അല്ലെങ്കിൽ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ രേഖാചിത്രവും പ്ലാനും ഒക്കെ പറയുന്നത്. ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വലിയ വലിയ പ്രദേശങ്ങളുടെയോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയോ ഭൂഖണ്ഡങ്ങളുടെയൊക്കെ ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിവിധ തരം ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഭൂപടത്തെ തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതിക ഭൂപടം എന്നും രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടം എന്നും. എന്താണ് ഈ ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്? ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ ഭൗതിക ഭൂപടം എന്ന് പറയും. ഈ ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, മണ്ണ് ഭൂപടം, ദിനാവസ്ഥ ഭൂപടം എന്ന് പറയും. ഇതൊക്കെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജ്യോതിശാസ്ത്രം, നൈസർഗികം, സസ്യം, കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണ്, ദിനാവസ്ഥ എന്നിവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഭൗതിക ഭൂപടങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തി തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ കൂടി ചിത്രീകരിക്കുന്നതിനെയാണ് സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടൊന്നും വരുന്നില്ല, മനുഷ്യനിർമ്മിതമായതിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ സാംസ്കാരിക ഭൂപടത്തിൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തി തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത്. ഈ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ് സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, കാർഷിക ഭൂപടം, രാഷ്ട്രീയ ഭൂപടം എന്നിവ. ഏതൊക്കെയാണ്? സൈനികം, ചരിത്രം, ഭൂവിനിയോഗ ഭൂപടം, കാർഷിക ഭൂപടം, രാഷ്ട്രീയ ഭൂപടം തുടങ്ങിയവയെല്ലാം സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഈ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയും അല്ലേ. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനെ തന്നെ ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടം എന്നും പറയും. ഈ ചെറിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ വലിയ പ്രദേശങ്ങളെ ചെറിയൊരു അളവിലായിട്ട് നമുക്ക് മുന്നിൽ ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു തോതിൽ നമ്മുടെ മുന്നിൽ തരികയാണ്. ഈ അറ്റ്ലസ് ഭൂപടമൊക്കെ ഉണ്ട്, അറ്റ്ലസ് ചുമർ ഭൂപടങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊക്കെ നോക്കി പറഞ്ഞാൽ ഇന്ത്യയൊക്കെ വലിയ രാജ്യമല്ലേ, അതിനൊക്കെ അവർ ചെറുതാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുക. അപ്പോൾ വലിയ തോത് ഭൂപടം പറഞ്ഞാൽ എന്തായിരിക്കാം? വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശങ്ങളെ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കുന്നതിനാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുക. ഈ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കണ്ടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടങ്ങളും. കണ്ടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടങ്ങളും. എന്താണ് ഈ കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? പാർപ്പിടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമായ കണ്ടസ്ട്രൽ ഭൂപടം.
അതിനൊരു ഉദാഹരണമാണ് ഗ്രാമഭൂപടം എന്ന് പറയാം. അവിടുത്തെ പാടം, കെട്ടിടം തുടങ്ങിയ ഭൂസ്വത്തുക്കളുടെ അതിരുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കൺട്രസ്റ്റൽ എന്ന പദം രൂപീകരിക്കപ്പെട്ടത് കണ്ടസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. ഈ കണ്ടസ്റ്റർ എന്നതിൻ്റെ അർത്ഥം ഫ്രഞ്ച് പദമാണ്. എന്താണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ പ്രത്യേകതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മനുഷ്യനിർമ്മിതമായതും കൂടി ഏതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്? ധരാതലീയ ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദി, വനം, കൃഷിയിടം, പട്ടണം, ഗതാഗത വാർത്താവിനിമയ മാർഗം, ജനവാസ കേന്ദ്രം, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് ഭൂസ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുക? കണ്ടസ്ട്രൽ ഭൂപടം എന്ന് പറയുക. ധരാതലീയം എന്ന് പറയുമ്പോൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിവിധ തരം ഭൂപടങ്ങൾ നോക്കാം. ഒരുപാട് തരം ഭൂപടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയാം. രാഷ്ട്രീയ ഭൂപടം പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശങ്ങളുടെയൊക്കെ അതിർത്തികളെയാണ് എന്തെന്ന് പറയുക? അതിർത്തികൾ ഉൾപ്പെടുന്ന ഭൂപടത്തെയാണ് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുക. അതായത് മനുഷ്യർ സൃഷ്ടിച്ച അതിരുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു തരം ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുക. രാജ്യം അല്ലെങ്കിൽ വൻകരകളായാലും അല്ല പ്രദേശങ്ങളായാലും ജില്ലകളായാലും അതൊക്കെ രാഷ്ട്രീയ ഭൂപടത്തിൽ പെടും. ഇനി ചരിത്ര ഭൂപടം പറഞ്ഞാൽ എന്താണ്? ചരിത്രപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഭൂപടത്തെയാണ് ചരിത്ര ഭൂപടം എന്ന് പറയുക. ഭൂവിനിയോഗ ഭൂപടം പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ ഭൂമി എന്തിനെല്ലാം ഏതെല്ലാം രീതിയിലാണ് അവ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിനെയാണ് ഭൂവിനിയോഗ ഭൂപടം എന്ന് പറയുക. സൈനിക ഭൂപടം എന്നാലോ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കാണിക്കുന്ന ഭൂപടമാണ് സൈനിക ഭൂപടം എന്ന് പറയാം. ജ്യോതിശാസ്ത്ര ഭൂപടം എന്നാൽ എന്താണ്? ഗ്രഹങ്ങളുടെയും അതുപോലെ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികൾ അല്ലെങ്കിൽ ഉപരിതലങ്ങൾ എന്നിവയുടെ പ്രാതിനിധ്യം കാണിക്കുന്ന ഭൂപടമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം എന്ന് പറയാം. ദിനാവസ്ഥ ഭൂപടം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ദിവസത്തെയും അന്തരീക്ഷത്തിലെ വ്യതിയാനം കാണിക്കുന്ന ഭൂപടമാണ് ദിനാവസ്ഥ ഭൂപടം എന്ന് പറയുന്നത്. മണ്ണ് ഭൂപടം പറഞ്ഞാൽ എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ പലതും നമുക്ക് മനസ്സിലാവും അല്ലേ. വിവിധ ഇനം മണ്ണും അവ എവിടെയെല്ലാമാണ് വിതരണം ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഭൂപടമാണ് മണ്ണ് ഭൂപടം എന്ന് പറയുന്നത്. വ്യാവസായിക ഭൂപടം എന്നാൽ എന്താണ്? വിവിധ തരം വ്യവസായങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വിതരണം ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് വ്യാവസായിക ഭൂപടം. നൈസർഗിക സസ്യജാല ഭൂപടം എന്നാൽ എന്താണ്? ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് കാണിക്കുന്ന ഭൂപടമാണ് നൈസർഗിക സസ്യജാല ഭൂപടങ്ങൾ എന്ന് പറയാം. തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളായിരിക്കും തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഭൂപടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആശയക്കുഴപ്പമുണ്ടാവും എന്നതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിനും വിവിധ ഭൂപടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഈ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. കാർഷിക ഭൂപടം എന്ന വിവിധ കാർഷിക വിളകളുടെ വിതരണം കാണിക്കുന്ന ഭൂപടമാണ് കാർഷിക ഭൂപടം എന്ന് പറയുന്നത്. കാലാവസ്ഥാ ഭൂപടം എന്നാൽ എന്താണ്? വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥയെക്കുറിച്ചും മഴയുടെ വിതരണത്തെക്കുറിച്ചും കാണിക്കുന്ന ഭൂപടമാണ് കാലാവസ്ഥ ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഭൂപ്രകൃതി ഭൂപടം എന്നാൽ എന്താണ്? നമ്മുടെ പ്രദേശത്ത് അല്ലെ നമ്മുടെ രാജ്യമായാലും നമ്മുടെ ജില്ലയായാലും അല്ലെ നമ്മുടെ സംസ്ഥാനമായാലും അവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതകളും അവിടുത്തെ മണ്ണ്, പീഠഭൂമി, നദി, പർവ്വതം തുടങ്ങിയവയെ കുറിച്ച് കാണിക്കുന്ന ഭൂപടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഭൂപ്രകൃതി ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഭൂപടങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ഭൂപടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അംഗീകൃത അളവുകൾ, ആ ഭൂപടത്തിൽ എന്തെല്ലാം വേണം, എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നിങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.